നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ നിർണായക നീക്കങ്ങൾ. പുനലൂർ ചെങ്കോട്ട പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ പിടിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. കഴിഞ്ഞ 30 വർഷത്തിനിടെ പുനലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണിയാണ് ഭരിച്ചത്. ഇടതുമുന്നണിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ ഇക്കുറി കഴിയുമോ എന്ന ആശങ്ക പാർട്ടിക്കും ജനങ്ങൾക്കുമുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും CPM വോട്ടുകളിൽ ചാഞ്ചാട്ടം ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥികൾ എത്തിയാൽ എന്താകും മണ്ഡലത്തിന്റെ ഭാവിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥികളെ നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. ഇടതുമുന്നണിക്ക് സീറ്റ് CPIക്കാണെങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആലോചന തുടങ്ങിയിട്ടില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ UDFൽ ധാരണയായിട്ടുണ്ടെങ്കിലും പാർട്ടിയും ഇത് സംബന്ധിച്ച് ആലോചന ആരംഭിച്ചിട്ടില്ല. പുനലൂരിലെ ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ അനുരഞ്ജനത്തോടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. NDAയിലും സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് ആലോചന ആരംഭിച്ചിട്ടില്ല. CPI ജില്ലാ സെക്രട്ടറിയായ PS സുബാലാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. തൊട്ടുമുൻപ് 15 കൊല്ലം CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയും നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവുമായ K രാജു ആയിരുന്നു പ്രതിനിധി. 3 തവണ MLA ആയ K രാജു മുൻ തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 33,582, 18,005, 7,925 എന്നീ നിലയിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചതാണ്. പുനലൂർ നഗരസഭയും ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ, ഏരൂർ, അഞ്ചൽ, ഇടമുളയ്ക്കൽ, കരവാളൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പുനലൂർ നിയോജക മണ്ഡലം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുളത്തൂപ്പുഴ, ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളിലാണ് UDFന് ഭരണം ലഭിച്ചത്. രണ്ടിടത്തും ഇടതുമുന്നണിയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന മണ്ഡലം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചാണ് ചിന്തിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് പുനലൂർ മണ്ഡലത്തിൽ 18,044 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2019 ഇതേ മണ്ഡലത്തിൽ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം 18,666 വോട്ടായിരുന്നു. 2021 വോട്ട് നില നോക്കിയാൽ LDF സ്ഥാനാർത്ഥി PS സുബാൽ 80,428 വോട്ടും UDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ രണ്ടത്താണി 43,371 വോട്ടും NDA സ്ഥാനാർത്ഥി ആയൂർ മുരളി 20,069 വോട്ടുമാണ് നേടിയത്. 2021 നിന്നും വ്യത്യസ്തമായി 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും സ്വർണ്ണക്കൊള്ളയിലൂടെ ഉണ്ടായ നാണക്കേടും CPMനെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഉരുക്കുകോട്ടയായാലും ചെങ്കോട്ടയായാലും ഈ തിരഞ്ഞെടുപ്പിൽ CPM സ്വാധീനമുള്ള മണ്ഡലങ്ങൾക്ക് ഇളക്കം തട്ടിയേക്കും. UDF സ്വാധീന മേഖലയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ മികച്ച പ്രചാരണം മാത്രം മതിയാകും. ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്ന് ഉറപ്പാണ്.